ഹലോ, നമസ്കാരം. ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കരുത് എന്ന് പറയും. ചുടുചോറ് വാരിയാൽ കുട്ടിക്കുരങ്ങന്റെ കൈകൾക്കാണ് പൊള്ളലേൽക്കുക, കാണുന്നവരുടെ കൈകൾക്ക് പൊള്ളലേൽക്കില്ല. ഞാനിത് പറയാൻ കാരണം ജന്തർ മന്ദിറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്. ഈ സമരത്തില് പോലീസിന്റെ ലാത്തിച്ചാർജില് നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് ഡൽഹിയിലെ റാം മനോഹർ ലോഹി ആശുപത്രിയിൽ ജീവനു വേണ്ടി പോരാടുന്ന സാക്ഷി എന്ന വിദ്യാർത്ഥിനിയുണ്ട്. 10ലധികം പെല്ലറ്റുകൾ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്ന ഷെയ്ഖ് ഇർസാദ് മൻസൂരിയുണ്ട്. പെല്ലറ്റുകൾ കൊണ്ട് ഗുരുതരമായി പരിക്കേറ്റ സിദ്ധാർത്ഥ് യാദവ് ഉണ്ട്. ഇതുപോലെ ഗുരുതരമായും ഗുരുതരമല്ലാതെയും പരിക്കേറ്റ 300ലധികം ആളുകൾ വിവിധ ആസ്പത്രികളിൽ ചികിത്സയിലാണ്. അപ്പോ അടിസ്ഥാനപരമായ ഒരു ചോദ്യം ഇതാണ്: ആരാണ് സമരം ചെയ്യേണ്ടത്? അത് കുട്ടികളാണോ? കുട്ടികൾ എന്ന് പറഞ്ഞാൽ, വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അവര് വിദ്യ അഭ്യസിക്കുന്നവരാണ്. അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സമയമാണിത്. വിദ്യാഭ്യാസ കാലഘട്ടം, സ്കൂളോ കോളേജോ ഉപരിപഠനമോ എന്തുമായാലും. അപ്പൊ ആ സമയത്ത് അവര് സമരത്തിന് പോകുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ കരിയറാണ് തടസ്സപ്പെടുന്നത്. പിന്നെ ആരാണ് സമരം ചെയ്യേണ്ടത്? സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ, അഴിമതി ഉണ്ടാകുമ്പോൾ ആരാണ് സമരം ചെയ്യേണ്ടത്? അപ്പോൾ സമരം ചെയ്യേണ്ടത് ജനങ്ങളും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമൊന്നും അല്ല. അവിടെ സമരം ചെയ്യേണ്ടത് ജനപ്രതിനിധികളാണ്. എന്ന് പറഞ്ഞാൽ MLA-മാരും MP-മാരും. അവർക്ക് ഭീമമായ ശമ്പളവും ആനുകൂല്യങ്ങളും ഉണ്ട്. അവര് ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിൽ നിന്ന് നേടിയെടുക്കണം. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അതാണ് അവരുടെ ജോലി. അപ്പൊ അതിനു പകരം ജനങ്ങളും വിദ്യാർത്ഥിനികളും സമരം ചെയ്യുക എന്ന് പറയുമ്പോൾ പിന്നെ ജനപ്രതിനിധികളുടെ ആ ഒരു പ്രസക്തി എന്താണ്? പാർലമെന്ററി സമ്പ്രദായത്തിന്റെ പ്രസക്തി എന്താണ്? അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സമരം ചെയ്ത് നേടിയാൽ മതിയല്ലോ. ഗവൺമെന്റുകൾക്കൊന്നും ചെയ്യാനില്ലല്ലോ, ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പോ ഈ സമരത്തെ ഭക്ഷണം കൊടുത്തും ചികിത്സിച്ചുമൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഒരു ഗവൺമെന്റും ഒരു സമരത്തെയും റോസപ്പൂക്കൾ കൊണ്ടോ പുഷ്പഹാരങ്ങൾ കൊണ്ടോ ബൊക്കകൾ കൊണ്ടോ ഒന്നും സ്വീകരിച്ചിട്ടില്ല. എല്ലാ ഗവൺമെന്റുകളും സമരങ്ങളെ നേരിടുക ജലപീരങ്കിയും ഷെല്ലുകളും കണ്ണീർ വാതകവും വെടിയുണ്ടയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞേക്കും, അവരെ ചികിത്സിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അവരെ ജലപീരങ്കികളിൽ നിന്നും, ബുള്ളറ്റുകളിൽ നിന്നും, ഷെല്ലുകളിൽ നിന്നും, പെല്ലറ്റുകളിൽ നിന്നും, കണ്ണീർ വാതകങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവരുടെ ശരീരത്തിൽ ഒരു പോറലുമേൽക്കാതെ രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ വിദ്യാർത്ഥികൾ അല്ല സമരം ചെയ്യേണ്ടത്. സമരം ചെയ്യേണ്ട ആളുകൾ വേറെയാണ്. അവർ സമരം ചെയ്യട്ടെ, അവരെ കൊണ്ട് സമരം ചെയ്യിക്കുക. ഇലക്ഷൻ കാലമൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ നമ്മുടെ അടുത്ത് വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.